ഹായ് ഹലോ നമസ്കാരം. വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ എല്ലാവരും സേഫ് ആയിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും സംസാരിക്കാൻ പോകുന്നത് ഒരു ലെറ്റ്സ് ടോക്ക് ആണ്. ഈ പ്രാവശ്യം ടോട്ടലി ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിലാണ് ലെറ്റ്സ് ടോക്കിൽ വന്നിരിക്കുന്നത്. വേഷം യൂണിഫോം ആണെങ്കിലും ഒരു ഷെഫ് ആണെങ്കിലും പറയാനുള്ള കാര്യങ്ങൾ പറയണം അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ ലെറ്റ്സ് ടോക്കിൽ സംസാരിക്കാൻ പോകുന്നത് പ്യൂബർട്ടീനെ കുറിച്ചിട്ടാണ്. ഓക്കെ, ഇനിയിപ്പോ ഒരുപാട് ആൾക്കാർ അതൊരു തെറ്റിദ്ധരിക്കുന്ന ലെവലിലേക്ക് കാര്യങ്ങൾ പോവും. അയ്യേ, ഇതൊക്കെയാണോ വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുന്നത് എന്നുള്ള രീതിയിൽ കുറെ പേര് സംസാരിക്കും. പിന്നെ കുറെ പേർക്ക് ഇതൊരു ചമ്മലായിട്ട് തോന്നിക്കും. ഇതൊക്കെ വന്ന് സംസാരിക്കേണ്ട കാര്യമുണ്ടോ വിനി എന്നുള്ള രീതിയിൽ സംസാരിക്കും. എനിക്ക് അതല്ല പറയാനുള്ളത്. നമ്മള് ഈ ഒരു രീതിയിൽ അതിനെ ചിന്തിക്കുന്ന ആ ഒരു കാഴ്ചപ്പാട് അതൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ സംസാരിക്കുക, ലെറ്റ്സ് ടോക്ക് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തുടങ്ങിയത്. അതിൽ ഞാൻ ഒരു പ്യൂബർട്ടി എന്ന് പറയുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് ചോദിക്കാൻ വന്നിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അത് ചോദിക്കാനുള്ള കാരണമുണ്ട്. ബിക്കോസ് എനിക്ക് ഒരു ലിമിറ്റ് വിട്ടിട്ട് എന്റെ ചോദ്യങ്ങൾ ഒരേ ചോദ്യങ്ങൾ ലിമിറ്റ് വിട്ടിട്ട് പോകുമ്പോഴാണ് നമ്മൾ അത് ലെറ്റ്സ് ടോക്ക് ആയിട്ട് എടുക്കുന്നത് എന്നുള്ളത് ഒരുപാട് പേർക്കറിയാം. അപ്പോൾ യെസ്, നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആൺകുട്ടികള് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ എനിക്ക് ചോദ്യം വന്നത് ഇങ്ങനെയാണ്: വിനി രണ്ട് ആൺപിള്ളേരുടെ അമ്മയല്ലേ? ഈ ഒരു പ്യൂബർട്ടി എന്നുള്ളത് നിങ്ങൾ എങ്ങനെ അത് ജേർണി കൊണ്ടുപോയി? നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ മക്കളുടെ അടുത്ത് അത് സംസാരിച്ചത്? നിങ്ങൾ സംസാരിച്ചു. എന്റെ മകൻ പെട്ടെന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിൽ ബിഹേവ് ചെയ്യുന്നു. അവന്റെ ടോട്ടലി സ്വഭാവങ്ങൾ മാറ്റം വന്ന പോലെ ഒരു ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരുപാട് കുട്ടികൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ചോദിക്കാറുണ്ട്, വിനിയാൻറ്റി ഏതൊക്കെയോ ടോപ്പിക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിക്കുന്നില്ലേ, ഞങ്ങളുടെ പ്രശ്നങ്ങളും കൂടിയിട്ട് ഒന്ന് സംസാരിച്ചൂടെ? എങ്ങനെയാണ് നമ്മൾ അത് എഫക്റ്റ് ആവുന്നത്? ഒരു കുട്ടി എന്നുള്ള നിലയിൽ അത് എത്രമാത്രം എഫക്റ്റ് ആവുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ട് സംസാരിച്ചൂടെ എന്നൊരു ചോദ്യം വന്നപ്പോഴാണ് ഞാൻ വിചാരിച്ചത്, യെസ്, എന്തുകൊണ്ട് ഒരു രണ്ട് ആൺകുട്ടികളെ വളർത്തിയ ഒരു അമ്മ എന്നുള്ള നിലയിൽ എന്റെ കാഴ്ചപ്പാട് നിങ്ങളുടെ ഷെയർ ചെയ്തൂടാ എന്നുള്ളൊരു തോന്നൽ വന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് അതിനെ കുറിച്ചിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് വന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ടോക്ക് പ്യൂബർട്ടി ഇൻ ബോയ്സ്. ഓക്കെ, അപ്പോൾ നമ്മുടെ മക്കള് നമ്മൾ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഒരു പെൺകുട്ടിക്ക് കൊടുക്കുന്നു? ഒരു കുട്ടി വയസ്സറിയിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടി വയസ്സറിയിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ പ്രോട്ടോകോൾസ് നമ്മൾ ചെയ്യുന്നു, എന്തൊക്കെ ഒരു രീതിയിൽ ആ കുട്ടിയെ നമ്മൾ നോക്കുന്നു, എന്തൊക്കെ ഒരു രീതിയിൽ ആ കുട്ടിയെ നമ്മൾ സൂക്ഷിച്ച് കൈകാര്യങ്ങൾ ചെയ്യുന്നു, എന്തൊക്കെ രീതിയിൽ ചടങ്ങുകളായിട്ട് ഇപ്പോഴും എന്താണ് പറയുക പല സ്ഥലങ്ങളിൽ അത് ചെയ്യുന്നു. നേരെ മറിച്ച് ഒരു ആൺകുട്ടി ആ ഒരു സ്റ്റേജിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും അതിനെ കുറിച്ചിട്ട് നമ്മൾ ചെയ്യാറുണ്ടോ? ആ ആമ്പിള്ളേരല്ലേ, അതിനെ കുറിച്ചിട്ടൊക്കെ എന്ത് ചിന്തിക്കാനാണ്? അതൊക്കെ അതിൻ്റെതായിട്ടുള്ള വഴിയിൽ നടന്നോളും. അതിൻ്റെതായിട്ടുള്ള വഴിയിൽ ഒന്നും നടക്കില്ല. അവരും ആ ഒരു സ്റ്റേജിലൂടെ തന്നെയാണ് പോകുന്നത്. ഒരു പെൺകുട്ടി വയസ്സറിയിക്കുന്ന പോലെ തന്നെയാണ് ഇവരും ആ ഒരു ലെവലിലേക്ക് എത്തുന്ന സമയത്ത് അവർക്കുണ്ടാവുന്ന പല പ്രശ്നങ്ങൾ. ഒരു പെൺകുട്ടിയെ നമ്മൾ എത്രമാത്രം കെയർ കൊടുത്തിട്ടാണ് ആ ഒരു കുട്ടിക്ക് വേണ്ട അഡ്വൈസ് നമ്മൾ കൊടുക്കുന്നത്, അതേപോലെ തന്നെ അഡ്വൈസ് കൊടുക്കേണ്ട ഒരു പ്രായമാണ് ഈ ഒരു സമയത്ത് ആൺപിള്ളേർക്കും. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അവരെ ഇരുത്തി സംസാരിക്കേണ്ട സമയത്ത് അവർക്ക് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കേണ്ട സമയത്ത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിച്ചു കൊടുത്തേ പറ്റൂ. അത് അവരറിഞ്ഞിരിക്കണം. ചില കാര്യങ്ങൾ അവരറിഞ്ഞിരിക്കണം. അത് ഇപ്പോ ഒരുപാട് സ്കൂൾസിൽ ഇതിനെക്കുറിച്ച് ക്ലാസ്സസ് എടുക്കാറുണ്ട്, ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. പല ഓർഗനൈസേഷൻസ് വന്നിട്ട് ഇതിനെക്കുറിച്ച് സംസാരിച്ച് ക്ലാസ് എടുക്കാറുണ്ട്. അത് സ്കൂളുകാർ ചെയ്യുന്നത്. പക്ഷെ എഡ്യൂക്കേഷൻ സ്റ്റാർട്ട്സ് ഫ്രം യുവർ ഹൗസ്. ഒരമ്മ ഇരുത്തി പഠിപ്പിച്ചു കൊടുക്കുന്ന പോലെ അല്ല വേറെ ആര് പഠിപ്പിച്ചു കൊടുത്താലും. അതുകൊണ്ട് നമ്മളുടെ കടമയാണത്. നിങ്ങൾ എത്ര പേര് അത് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ട്? നിങ്ങൾ എത്ര പേര് അത് മുന്നിട്ട് നിങ്ങളുടെ മകന്റെ അടുത്ത് പോയിരുന്ന് അത് സംസാരിക്കുന്നുണ്ട്? ഇല്ല. നമുക്കത് തോന്നുകയാണ്, അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല എന്ന് തോന്നുകയാണ്. പെൺകുട്ടിക്ക് കൊടുക്കുന്നുണ്ട് ആ ഒരു സമയത്ത് നമ്മൾ പറയാറില്ലേ, ആ മോളു പ്രായമായി, നീയെ സൂക്ഷിച്ചും കണ്ടിട്ടും ഒക്കെ ചെയ്യണം. ആ പ്രായമാവണ സമയത്ത് നമ്മൾ അവൾക്ക് കൊടുക്കുന്ന ഒരു അവളൊന്ന് വയസ്സറിയിച്ചു കഴിഞ്ഞാൽ അവളെ നമ്മൾ വിളിച്ചു പറയണ ഒരു കാര്യം, ഇനി പ്രായമായി കഴിഞ്ഞു,
പീരിയഡ്സ് ഒക്കെ വരാൻ തുടങ്ങിക്കഴിഞ്ഞു, നീ ഇന്ന രീതിയിലൊക്കെ ആയിരിക്കണം നീ സൂക്ഷിക്കേണ്ടത്, ഇന്ന രീതിയിലായിരിക്കണം നീ ഇതാവേണ്ടത് എന്ന് നീ കെയർഫുൾ ആയിരിക്കണം, നിന്റെ കയ്യിൽ പാഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാവണം, ആ ടൈം കറക്റ്റ് ആവുന്ന സമയത്ത് നീ ഇങ്ങനെ ആയിരിക്കണം ബിഹേവ് ചെയ്യണം. എന്തൊക്കെ ഒരു ഹോർമോണൽ ചേഞ്ചസ് നമ്മൾ അവളിൽ നോട്ട് ചെയ്യുന്നു. ഒരു 3 മാസം അടുപ്പിച്ചിട്ട് ആ പീരിയഡ്സ് സ്റ്റാർട്ട് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഒരു 1 ഇയറിന്റെ ഉള്ളിൽ അപ്സ് ആൻഡ് ഡൗൺസ് ആയിട്ട് ഒരുപാട് കുട്ടികൾക്ക് പീരിയഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോവാറുണ്ട്. നമ്മൾ വളരെ കൺസേൺ ആവാറുണ്ട് അല്ലെ, നമ്മൾ വളരെയധികം കൺസേൺ ആയിട്ട് ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് മകളുടെ കാര്യത്തിൽ വേണ്ട കാര്യങ്ങൾ നോക്കി. സോ വൈ നോട്ട് ബോയ്സ്? അവർക്ക് എന്താ അങ്ങനത്തെ പ്രോബ്ലംസ് ഇല്ലേ? അവരെന്താ ഹോർമോണൽ ഇംബാലൻസസിലൂടെ കടന്നു പോവില്ല എന്നാണോ നിങ്ങളുടെ വിചാരം? അവരും കടന്നു പോവാറുണ്ട്. സോ ഒരു കുട്ടി ഒരു 12 വയസ്സ്, ഓക്കെ, ഒരു 10-11 വയസ്സ് തൊട്ടിട്ട് തന്നെ നമുക്ക് ആ ഒരു എഡ്യൂക്കേഷൻ ലെവൽ കൊടുത്തു തുടങ്ങാം. ആ 12 വയസ്സ് തൊട്ട് അവരുടെ ആ ഒരു ചേഞ്ചസ് വരുന്ന സമയത്ത് എന്റെ ജീവിതത്തിൽ ഞാൻ ഫോളോ ചെയ്ത കാര്യവും എന്റെ ആ മക്കളോട് ഞാൻ ചെയ്ത കാര്യവും ആണ് ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത്. ബിക്കോസ് ഞാൻ എപ്പോഴും ആ ഒരു കാര്യം ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് അത് ഞാൻ പറയാറുള്ളൂ. ഞാൻ ഇങ്ങനെയാണ് ചെയ്തത്, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള എന്റെ എക്സ്പീരിയൻസ് ഇങ്ങനെയായിരുന്നു എന്നാണ്. സോ ഫസ്റ്റ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു കാര്യമാണ്, മനുവിനും കിച്ചുവിനും ഭയങ്കര വ്യത്യാസമാണ്. ക്യാരക്ടർ വൈസ് അവർ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ്. മനുവിന്റെ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒരിക്കലും ഞാൻ എല്ലാവരോടും പറയുന്നത്, കമ്പയർ ചെയ്യരുത്. സിബ്ലിങ്സ് തമ്മിൽ തന്നെ കമ്പയർ ചെയ്യരുത്. ഓരോ കുട്ടികളും ഡിഫറെന്റ് ആണ്. നിങ്ങൾ 3 പേരുണ്ടെങ്കിലും 2 പേരുണ്ടെങ്കിലും ഒരു കുട്ടി എന്നല്ല ഇന്നൊരു കുട്ടി. അതുപോലെ ഡിഫറൻസ് അവരുടെ ക്യാരക്ടറിൽ തൊട്ട് എല്ലാത്തിലും ഉണ്ടാവും. എന്റെ മനു പോലെയല്ല എന്റെ കിച്ചു. സോ എനിക്കത് ഭയങ്കര ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. സോ ആദ്യം വന്നത് മനു ആണ്. ആ മനു വന്ന സമയത്ത് എന്താണ് പറയാ, ആ ഒരു സ്റ്റേജിലൂടെ അവൻ കടന്നു പോകുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അവന്റെ ഫസ്റ്റ് ആ വോയിസ് ബ്രേക്ക് ചെയ്യുന്ന ഒരവസ്ഥ, പെട്ടെന്ന് അമ്മ എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജ്. അപ്പൊ ഞാൻ അവനെ ഇരുത്തി പറഞ്ഞു കൊടുക്കുന്ന ചില കാര്യങ്ങൾ, മോനെ അപ്പോ എന്താണ് നമ്മൾ പറഞ്ഞു കൊടുക്കുക? അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് ചില കാര്യങ്ങൾ. മോനെ, ഈ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ആ പ്യൂബർട്ടി സ്റ്റേജ് ആണ്. ആദ്യം നിന്റെ ശബ്ദം, ആ വോക്കൽ കോഡ് ബ്രേക്ക് ആവും. അതിന്റെ ഉള്ളിൽ നടക്കുന്ന ആ പ്രോസസ്സ് അങ്ങനെയാണ്. അതുകൊണ്ട് നീ അതിനെക്കുറിച്ചിട്ട് വറി ആവേണ്ട കാര്യമൊന്നുമില്ല. ഒരു ബാസ് സൗണ്ട് വരുന്ന പോലെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിന്റെ ഹോർമോണൽ ചേഞ്ചസ് നിന്റെ ബോഡിയിൽ പലതും ഉണ്ടാവും. നിന്റെ പ്രൈവറ്റ് ഏരിയാസിൽ ഒരുപാട് ഹെയർസ് വളരുന്ന പോലെ നിനക്കുണ്ടാവും. ആ ഒരു ചേഞ്ച് നീ കാണും. നിന്റെ ഫേസിൽ നിനക്ക് മീശ താടി എന്നുള്ള രീതിയിലൊക്കെ വരും. ഒരുപാട് പിമ്പിൾസ് കാര്യങ്ങളൊക്കെ വരുന്ന സമയങ്ങളാണ്. നീ ആ ഒരു രീതിയിൽ നീ തന്നെ എങ്ങനെ കെയർ ചെയ്യണം, എങ്ങനെ ഹൈജീൻ ആയിട്ടുള്ള രീതിയിൽ നീ ചെയ്യണം. നിനക്ക് തോന്നുകയാണ് പ്രൈവറ്റ് ഏരിയാസിലൊക്കെ ഒരുപാട് എന്താണ് പറയുക ഹെയർസ് വളരുന്ന പോലെ ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ എങ്ങനെ ക്ലീൻ ചെയ്യണം എന്നുള്ള പ്രോസസ്സ്, അതെങ്ങനെ ഹൈജീൻ ആയിട്ട് വെച്ചിരിക്കണം എന്നുള്ള പ്രോസസ്സ്, അതിന് വേണ്ടിയിട്ടുള്ള വാഷ് കാര്യങ്ങളൊക്കെ എങ്ങനെ അവർക്ക് വാങ്ങിച്ചു കൊടുത്ത് അതിനെ പ്രൊട്ടക്ട് ചെയ്ത് അവരുടേതായിട്ടുള്ള രീതി. ഇതൊന്നും ഒരു നാണക്കേടുമല്ല. ഇതൊന്നും സംസാരിക്കുന്നത് കൊണ്ട് അതൊരു തെറ്റുമല്ല. അവർക്ക് ആ ഒരു സമയത്ത് നമ്മൾ കൊടുക്കേണ്ട സ്പേസ്, അങ്ങനെ എല്ലാ കാര്യത്തിലും കൊണ്ടുപോയിട്ട് എന്താണ് പറയാ അവരുടെ എല്ലാ കാര്യവും ഇൻവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയല്ല. അവർക്കൊരു സ്പേസ് എന്ന് പറയുന്നത് കൊടുക്കണം. അവരുടെ കാര്യങ്ങൾക്ക് അവര് വന്നിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ അവരെല്ലാ കാര്യവും നമ്മളുടെ അടുത്ത് വന്ന് സംസാരിക്കാനുള്ള ആ ഒരു രീതി നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരണം. അത് പെൺകുട്ടിയായാലും ശരി ആൺകുട്ടിയായാലും ശരി, എന്തൊരു കാര്യവും അമ്മയുടെ അടുത്തും അച്ഛന്റെ അടുത്തും വന്ന് പറയാം എന്നുള്ള രീതിയിൽ അവര് സംസാരിക്കാനുള്ള രീതിയിൽ നമ്മളാവണം. അവരുടെ അടുത്ത് നമ്മൾ അത്രയും ഫ്രീഡമോട് കൂടിയിട്ട് എന്റെ അമ്മയുടെ അടുത്ത് പോയിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാവാതെ ഇരിക്കില്ല എന്നുള്ളൊരു തോന്നൽ അവർക്ക് ഉണ്ടാവണം. അത് അമ്മയായിക്കോട്ടെ അച്ഛനായിക്കോട്ടെ. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്കൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും അത് കുട്ടികളുടെ മുമ്പിൽ അല്ല നമ്മൾ കാണിക്കുക. അവിടെ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് ഭാര്യയും ഭർത്താവും ഒറ്റക്കെട്ടായിട്ട് വേണം നമ്മൾ നിന്നിട്ട് സംസാരിക്കാൻ. ഇതിപ്പോ ചെയ്തത് അവര് തെറ്റാണ്. അപ്പൊ ഒരമ്മ നിലവിളിക്കുകയാണ്. ആ നിലവിളിക്കുന്ന സമയത്ത് അച്ഛൻ കയറിയിട്ട് പറയുകയല്ല, ആ നീ തന്നെയാണ് തെറ്റ്. ഒരുപാട് കുടുംബത്തിൽ അത് സംഭവിക്കുന്ന കാര്യമാണ്. അതല്ല ചെയ്യേണ്ടത്. അമ്മ തെറ്റാണെങ്കിൽ പോലും, അമ്മ ചെയ്യുന്ന രീതി തെറ്റാണെങ്കിൽ പോലും മക്കളുടെ മുമ്പിൽ വെച്ചിട്ടല്ല അമ്മയെ തിരുത്തുക. അത് നിങ്ങൾ തമ്മിൽ സംസാരിക്കേണ്ട സമയത്ത് നിങ്ങൾ പറയുക, നീ കുറച്ചും കൂടി ഇങ്ങനെ ബിഹേവ് ചെയ്ത് പറഞ്ഞിരിക്കാം, അല്ലെങ്കിൽ നീ ഇങ്ങനെ ചെയ്തിരിക്കാം. അതേമാതിരി തന്നെ ഒരച്ഛൻ ആ കുട്ടിയെ ശിക്ഷിക്കുന്ന സമയത്ത് ഇല്ലെങ്കിൽ ദേഷ്യപ്പെടുന്ന സമയത്ത് അമ്മ ഇടപെട്ടിട്ടല്ല പറയുക, ആ നിങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല. അതല്ല,
അവിടെ ആ കുട്ടിയുടെ മുമ്പിലെ അച്ഛന്റെ വില, ഇല്ലെങ്കിൽ ആ കുട്ടിയുടെ മുമ്പിൽ ആ അമ്മയുടെ വിലയാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. അവർ പറയുന്ന വാക്കിന്റെ വിലയാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. അതിന് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിട്ടായിരിക്കണം അത് പ്രവർത്തിക്കേണ്ടത്. സോ ഇവിടെ നമ്മള് ഓരോ കുട്ടിക്കും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട ചില കാര്യങ്ങളാണ്. മോനെ ഇങ്ങനെയാണ് സംഭവിക്കുക, നിന്റെ ഹോർമോൺസ് ഈ മാതിരി ആയിരിക്കും ബിഹേവ് ചെയ്യുക. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. മനു ആ ഒരു സ്റ്റേജിലൂടെ കടന്നു പോകുന്ന സമയത്ത് അവന്റെ ദേഷ്യം വരലും അവന്റെ ഹോർമോണൽ ചേഞ്ചസ് ആയിട്ട് അവൻ എന്റെ അടുത്ത് തറുതല പറയുന്ന പോലുള്ള സംസാരങ്ങളും, ഇല്ലെങ്കിൽ അവൻ ബാക്ക് ആൻസറിങ് ഒരുപാട് ചെയ്യുന്ന പോലെ, അപ്പൊക്കെ ഞാൻ പറയാറുണ്ട്, ദിസ് ഇസ് സംതിങ് റിലേറ്റഡ് ടു യുവർ ഹോർമോൺസ്, ദിസ് ഇസ് സംതിങ് നിന്റെ ആ ഹോർമോൺസ് റിലേറ്റഡ് ആയിട്ടുള്ള രീതിയിലാണ് നീ പോയിക്കൊണ്ടിരിക്കുന്നത്. കാം ഡൗൺ, ഇങ്ങോട്ടേക്ക് തിരിച്ചു വരൂ, നമുക്ക് കാര്യങ്ങളൊന്ന് അനലൈസ് ചെയ്യാം, നമുക്കിരുന്ന് സംസാരിക്കാം. അതിനു വേണ്ടിയിട്ടുള്ള നിലവിളിക്കുകയല്ല ചെയ്യുക. അമ്മയുടെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് ഇങ്ങനെയല്ല നമ്മൾ സംസാരിക്കുക, ഈ ഒരു കാര്യത്തിന് ഇങ്ങനെയല്ല നമ്മൾ ഡീൽ ചെയ്യുക. ഇന്ന് നിങ്ങൾ ഒരുപാട് പേര് മനുവിന്റെ വീഡിയോസ് കാണുന്ന സമയത്ത് നിങ്ങൾ എന്റെ അടുത്ത് പറയാറുണ്ട്, എത്ര നല്ല രീതിയിലാ മോൻ സംസാരിക്കുന്നത്, എത്ര നല്ല രീതിയിലാ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട്. യെസ്, അവന്റേതായിട്ടുള്ള ടാൻട്രംസും അവന്റേതായിട്ടുള്ള രീതിയിലും അവന്റെ ബിഹേവിയറൽ ഇഷ്യൂസും അവൻ ചെയ്തു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കൂടെ തന്നെ നിന്നിട്ട് അതിനെയൊക്കെ കറക്റ്റ് ചെയ്യാൻ ഉണ്ടായിരുന്നു ഞാൻ. ഇപ്പൊ രണ്ടാമത്തെ അവൻ അത് ചെയ്യുന്ന സമയത്ത് അതിന്റെ രീതിയിൽ ഞാൻ കൂടെ തന്നെ നിന്നിട്ട് അത് കറക്റ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേര് അത് ചെയ്യാറില്ല, ഒരുപാട് പേര് അതിനെ വേണ്ട സമയത്ത് കറക്റ്റ് ചെയ്യാറില്ല, ആ പോയിന്റിൽ കറക്റ്റ് ചെയ്യാറില്ല. അവിടെയാണ് തെറ്റ് വരുന്നത്. അതല്ല നമ്മൾ ചെയ്യേണ്ടത്. ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, നിങ്ങൾക്ക് അവർക്ക് കൊടുക്കേണ്ട സ്പേസ്, ആ സ്പേസ് ഇൻവേഡ് ചെയ്യാതിരിക്കുക. അതും പറഞ്ഞിട്ട് അങ്ങനെ അഴിച്ചുവിട്ട പോലെ എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. അവർക്ക് നമ്മളിൽ ഉണ്ടാവുന്ന ആ ഒരു വിശ്വാസം, അത് നമ്മൾ ആ ഒരു മാനറിസം കാക്കുക. ഫസ്റ്റ് അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താ, നമ്മുടെ മക്കളെ നമ്മൾ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കുക. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള രീതിയിൽ അവരെ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കുക. അവരെ ഒരുമാതിരി തരം താഴ്ത്തിക്കൊണ്ടല്ല സംസാരിക്കുക. ആൾക്കാരുടെ മുമ്പിൽ സംസാരിക്കുന്ന സമയത്ത് അവരെ ഒരു ഡീഗ്രേഡ് ചെയ്യുന്ന പോലെയല്ല സംസാരിക്കുക. എല്ലാവരുടെ മുമ്പിലും നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ റെസ്പെക്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അതേപോലെ തന്നെയാണ് വേറൊരാൾക്ക് നമ്മൾ കൊടുക്കുന്ന റെസ്പെക്റ്റും. അതേപോലെ തന്നെയാണ് നമ്മൾ നമ്മുടെ മക്കളെയും റെസ്പെക്ട് ചെയ്യാൻ പഠിക്കേണ്ടത്. ഒരാൾക്കും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ ഫീലിംഗ് വരണം, എന്റെ അമ്മ എന്റെ അച്ഛൻ അവരെ എന്നെ റെസ്പെക്ട് ചെയ്യുന്ന ഒരാൾക്കാരാണ് എന്നുള്ളതാണ് നമ്മൾ അവർക്ക് കാണിച്ചു കൊടുക്കേണ്ടത്, നമ്മൾ ഫോളോ ചെയ്യേണ്ടതും ലൈഫിൽ. ഓരോ സമയത്ത് ഓരോ പാരന്റ്സ് ആ സോഷ്യലായിട്ട് നമ്മൾ എന്താണ് പറയാ, ഒരു പുറത്തൊക്കെ ഇരിക്കുന്ന സമയത്ത് ചില ആൾക്കാർ ബിഹേവ് ചെയ്യുന്ന കാണുന്ന സമയത്ത് എനിക്ക് പല പ്രാവശ്യം തോന്നിക്കാറുണ്ട്, ഇപ്പൊ നിങ്ങൾ ഇവിടെ വന്നിട്ട് 4 ആൾക്കാരുടെ മുമ്പിൽ നിങ്ങൾ പറയണ്ടല്ലോ മിണ്ടാണ്ടിരിക്കുക എന്നുള്ള രീതിയിൽ. നിങ്ങൾ ഇത് വീട്ടിൽ ചെയ്തതാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ കറക്ഷൻ വീട്ടിൽ ചെയ്തതാണെന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് പുറത്ത് വന്നിരുന്നിട്ട് ഇത് സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോ ആദ്യം അതിന് വേണ്ടത് എന്താ, നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ റെസ്പെക്ട് ചെയ്യാൻ ആദ്യം പഠിക്കണം. സിബ്ലിങ്സ് തമ്മിലുള്ള അവരെ റെസ്പെക്ട് ആയിട്ടുള്ള രീതിയിൽ സംസാരിക്കാൻ പഠിപ്പിക്കണം. അതിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ആദ്യം അതിനെ എക്സാമ്പിളായി മാറണം. നിങ്ങൾക്ക് എത്രമാത്രം റെസ്പെക്ട് നിങ്ങൾക്ക് വേണം എന്ന് തോന്നുന്നു അത് ബാക്കിയുള്ളവർക്കും കൂടി കൊടുക്കാൻ ശ്രമിക്കണം. അത് നമ്മൾ ചെയ്യാത്തോടത്തോളം നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഒരു എക്സാമ്പിളായി മാറുന്നത്, ആവാൻ പറ്റില്ല. ആ ഒരു റെസ്പെക്ട് നമ്മൾ കുട്ടിക്ക് കൊടുക്കുക, അവരുടെ സ്പേസ് നമ്മൾ കൊടുക്കുക, അവർക്ക് അവരുടേതായിട്ടുള്ള ആ സ്പേസ് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക, അവരുടെ ഹൈജീൻ പറഞ്ഞ് മനസ്സിലാക്കുക. പെൺകുട്ടികളെ പോലെ എന്താണ് പറയാ, നിങ്ങൾക്കും ആ ഹോർമോണൽ ചേഞ്ചിലൂടെ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് വന്ന് പറയാം, നിങ്ങൾക്ക് എന്റെ അടുത്ത് വന്ന് പറയാം മോനെ എന്നുള്ള ആ ഒരു അഷ്യൂറൻസ് നിങ്ങൾ കൊടുക്കുക. ആ ഒരു വാത്സല്യത്തോട് കൂടിയിട്ട് ആ അമ്മ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന സമയത്ത് ഈ ഒരു സ്റ്റേജും അവരുടെ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ കടന്നു പോകും. ഇപ്പോ കിച്ചു ആ ഒരു ഏജിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. പക്ഷെ എനിക്ക് മനുവിന്റെയിലും കിച്ചുവിന്റെയിലും ഭയങ്കര വ്യത്യാസ. ബിക്കോസ് മനു കുറച്ചും കൂടി അഗ്രസീവ് ആണ്. നിങ്ങളൊക്കെ പറയാറില്ലേ അവനൊന്നും അങ്ങനെ ഇതായിട്ടൊന്നും ഇല്ല, അവൻ ഭയങ്കര സോഫ്റ്റ്. അവൻ വളരെ സോഫ്റ്റ് ആണ്. അവൻ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടർ ആയിട്ടുള്ള രീതിയിലാണ് അവൻ വലുതായി വന്നത് തന്നെ. അവൻ വളരെ ചെറുപ്പം തൊട്ട് അവന്റെ ആ ഒരു ക്യാരക്ടർ വൈസ് തന്നെ അവൻ വളരെ ഡിഫറൻസ് ആണ്. അവൻ ഈ ഒരു ഏജിലൂടെ പോയ സമയത്ത്, ഒരു പ്യൂബർട്ടി ഏജിലൂടെ പോയ സമയത്ത് അവൻ കാണിച്ച ടാൻട്രംസ് എന്താണെന്ന് എനിക്കറിയാം.
ഇപ്പൊ അവൻ കാം ഡൗൺ ആയിട്ടുള്ള രീതിയിൽ അവൻ ഇരിക്കുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവൻ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അവന് നല്ലപോലെ അറിയാം ഞാൻ എവിടെയൊക്കെ അവനെ മാറ്റിക്കൊണ്ട് എവിടെയൊക്കെ അവനെ തട്ടി മാറ്റിക്കൊണ്ട് അവന് കാര്യങ്ങൾ മനസ്സിലാക്കിച്ചിട്ട് അവന് പോയിക്കൊണ്ടിരിക്കണമെന്ന് അവന് നല്ലപോലെ അറിയാം അത്. സോ ഇപ്പൊ കിച്ചുവിന്റെ കാര്യം അങ്ങനെയല്ല. കിച്ചു വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരാളാണ്. കിച്ചു നമ്മളുടെ അടുത്ത് തിരിച്ചൊന്നും പറയില്ല. അവൻ വളരെ കാമാണ്. അവന്റെ വേദനകൾ പോലും അവൻ പറയില്ല. നമ്മളായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ അത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഒരുപാട് കാര്യങ്ങൾ അവൻ അവന്റെ ഏട്ടന്റെ അടുത്ത് ഷെയർ ചെയ്യും. എനിക്ക് അതിലും ഒരു സന്തോഷമാണ്. എന്താ വെച്ചാൽ അറ്റ്ലീസ്റ്റ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ അവൻ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവൻ മനുവിനോട് സംസാരിക്കും. എന്റെ അടുത്ത് വരും, എന്റെ അടുത്ത് സംസാരിക്കാറുണ്ട്. പക്ഷെ കുറച്ചും കൂടി കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവൻ അവന്റെ ഏട്ടന്റെ അടുത്തേക്ക് പോകും. ഇങ്ങനെയൊക്കെയാണ്, പ്രത്യേകിച്ചിട്ട് അവന്റെ പഠിപ്പിന്റെ കാര്യത്തിലൊക്കെ ഇങ്ങനെയൊക്കെയാണ്, ഞാൻ എന്താ വേണ്ടത്. അപ്പൊ മനു ഓപ്പൺ ആയിട്ട് മനു പറയും, ഈ കാര്യം നീ ഒന്ന് അമ്മയുടെ അടുത്ത് പറഞ്ഞു നോക്ക്, അമ്മ എത്ര ഈസി ആയിട്ട് നിനക്ക് സോൾവ് ചെയ്ത് തരുന്നറിയോ. ഇത് ഇനീഷ്യൽ സ്റ്റേജില് കിച്ചുവിൽ കണ്ട ഒരു കാര്യമാണ്. അങ്ങനെ അവൻ മനുവിന്റെ അടുത്ത് അപ്രോച്ച് ചെയ്ത് അവൻ മനുവിന്റെ അടുത്ത് നിന്ന് കേട്ട് നീ ഇതൊന്ന് അമ്മ അടുത്ത് പറഞ്ഞു നോക്ക്, അമ്മ എത്ര ഈസി ആയിട്ട് ഇത് സോൾവ് ചെയ്ത് തരുന്നറിയോ നിനക്ക്. എന്റെ ലൈഫിൽ ഇങ്ങനെ ഉണ്ടായിട്ട് ഞാൻ അമ്മ അടുത്ത് പറഞ്ഞിട്ട് അമ്മയാണ് എനിക്കിത് ശരിയാക്കി തന്നത്. എങ്ങനെ പറഞ്ഞ് ഇപ്പൊ എന്തായി, അവനെ സംബന്ധിച്ചിടത്തോളം അവൻ വന്ന് എന്റെ അടുത്ത് ഷെയർ ചെയ്യാത്ത കാര്യങ്ങളൊന്നുമില്ല എന്നുള്ള രീതിയിൽ അവനും തിരിച്ചു വന്നു. സോ നമ്മൾ മനസ്സിലാക്കാതെ പോകുന്ന നമ്മുടെ ആൺകുട്ടികളെ അവരെ വളർത്തിയെടുക്കാനും ടോട്ടലി ഡിഫറെന്റ് തന്നെയാണ്. ഓരോ അമ്മമാർക്കും അറിയാം അത് എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ വീട്ടിലും ആ ഒരു സാഹചര്യങ്ങൾ മാറി പോകുന്നത്. ചില ആൺകുട്ടികൾ എന്തുകൊണ്ടാണ് ഒരു റെസ്പെക്ട് ഇല്ലാത്ത പോലെ എല്ലാവരെയും ബിഹേവ് ചെയ്തിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്കറിയാം. എനിക്ക് എന്താണ് പറയാ, നമ്മുടെ ബന്ധുക്കാരിൽ ഒരു കുട്ടി തന്നെയാണ്, പെൺകുട്ടിയാണ്, ആൺകുട്ടിയാണ്. അവരെയൊക്കെ നമ്മൾ കാണുന്ന സമയത്ത് അവരുടെ പാരന്റ്സ് നമ്മളെ കുറിച്ചിട്ട് എന്ത് ധാരണയാണ് വെച്ചിരിക്കുന്നത് അതുപോലത്തെ തന്നെയാണല്ലോ കുട്ടികൾ നമ്മുടെ അടുത്ത് പെരുമാറുക. പക്ഷെ കുട്ടികൾ കുട്ടികളുടേതായിട്ടുള്ള രീതിയിലായിരിക്കണം. കുട്ടികളുടെ ഭാഷയിൽ ഇല്ലെങ്കിൽ കുട്ടികളുടെ പെരുമാറ്റത്തിൽ ആ ഒരു നെഗറ്റിവിറ്റി കൊണ്ടുവരാൻ ഒരിക്കലും ശ്രമിക്കരുത്. ബാക്കിയുള്ളവരെ കുറിച്ചിട്ടുള്ള സംസാരങ്ങള് നിങ്ങൾ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് പല പ്രാവശ്യം നിങ്ങൾ ആലോചിക്കേണ്ട കാര്യമാണ്. ബാക്കിയുള്ളവരെ കുറിച്ച് നിങ്ങൾ കുറ്റം പറയുന്ന സമയത്ത് ഇതൊക്കെ കേട്ടോണ്ടും കണ്ടോണ്ടും ആ ഒരു ആളെ കുറിച്ചിട്ട് വളരെ വ്യത്യാസമായിട്ടുള്ള ഒരു ചിത്രമാണ് നിങ്ങൾ കൊടുത്തോണ്ടിരിക്കുന്നത്. അതും പ്രത്യേകിച്ചിട്ട് ഈ ഒരു പ്യൂബർട്ടി സ്റ്റേജിൽ അവരിതൊക്കെ വളരെയധികം ഗ്രാസ്പ് ചെയ്യുന്ന കൂട്ടത്തിലാണ്. ആ ഒരു ക്യാരക്ടർ എന്ന് പറയുന്ന ആ വ്യക്തിയെ കുറിച്ചിട്ട് തന്നെ നിങ്ങൾ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു രീതിയാണ് ആ കുട്ടിയുടെ മനസ്സിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോ എന്റെ ലൈഫിൽ നടന്ന ഒരു കാര്യം പറയാം. ഒരു ഗെറ്റ് ടുഗെദറിൽ പോകുന്നു, നമ്മൾ പല ആൾക്കാരെ കാണുന്നു. അതേപോലെ തന്നെ ഒരാളെ നമ്മൾ കണ്ടു, ഒരു ഫാമിലിയെ നമ്മൾ കണ്ടു, അവരുടെ മക്കളെ കണ്ടു. നമ്മൾ കുറെ കാലമായി അവരുടെ മക്കളെ കണ്ടിട്ട്. അപ്പൊ നമ്മൾ ചോദിക്കുന്നു, എല്ലാം ഇത്ര വലിയ കുട്ടികളായില്ലേ എന്ന് നമ്മൾ സാധാരണ രീതിയിൽ പറയില്ലേ. നമ്മൾ ഒരു 4-5 കൊല്ലായി കണ്ടിട്ട് എന്ന് വെക്കൂ, നമ്മളൊക്കെ ഇത്ര എളുപ്പം കണ്ടതാണ്, എത്ര വേഗം വലിയ കുട്ടികളായി എന്നുള്ള രീതിയിൽ നമ്മൾ പറയില്ലേ. ആ പറയണ കൂട്ടത്തില് നമ്മൾ പറഞ്ഞതാണ്, എത്ര വലിയ കുട്ടിയായി, ഇപ്പൊ എന്ത് ചെയ്യണു, സ്കൂളിലാണോ എന്നുള്ള രീതിയിൽ നമ്മൾ സംസാരിക്കില്ലേ. അതിനുള്ള ആ കുട്ടികൾ തന്നിട്ടുള്ള ഉത്തരം എന്തായിരുന്നു എന്നറിയോ? അറിയില്ലെങ്കിൽ സംസാരിക്കരുത്. എല്ലാവരും നിൽക്കണേ, അറിയില്ലെങ്കിൽ സംസാരിക്കരുത്. ഞാൻ സ്കൂളിലൊന്നും അല്ല, ഞാൻ കോളേജിലാണ്. അപ്പോ അവിടെ അമ്മ നിൽക്കുന്നുണ്ട്. ഇങ്ങനെയാണോ നിങ്ങള് വേറൊരാളുടെ കുട്ടിയുടെ അടുത്ത് നിന്ന് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുക? നിങ്ങളുടെ കുട്ടി അവിടെ ഒരു സഭയില് എല്ലാവരും കൂടി നിൽക്കുന്ന ഒരു സമയത്ത് നിങ്ങളുടെ കുട്ടി സംസാരിക്കുന്ന രീതി നിങ്ങൾക്ക് വളരെ പ്ലീസിങ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയോ? സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് പറയേണ്ടത്? പക്ഷെ അവർക്ക് ഒരു വിധത്തിൽ അവർക്ക് ഒരു മാറ്റം ഇല്ല എന്നുള്ളതാണ്. അച്ഛനും ആയിക്കോട്ടെ അമ്മയ്ക്കായിക്കോട്ടെ, ദേ വെർ എൻജോയിങ് ഇറ്റ്. എന്റെ കുട്ടി എന്ത് നല്ല രീതിയിലാണ് സംസാരിക്കണേ, ഇത് നല്ല രീതിയിലാണോ? ഒരു മുതിർന്ന ആൾക്കാര് നിങ്ങളോട് വന്നിട്ട് ചോദിക്കുകയാണ്, വലിയ കുട്ടിയായല്ലോ, ഏത് ക്ലാസ്സിലായി, സ്കൂളിലാണോ എന്ന് ചോദിക്കുമ്പോ എന്ത് രീതിയിൽ ഉത്തരം പറയാ? അല്ലല്ല ആന്റി, ഞാൻ സ്കൂള് കഴിഞ്ഞു, കോളേജിലാണ് എന്നുള്ള രീതിയിൽ പറയാം. അല്ലെങ്കിൽ അല്ല ആന്റി, ഞാൻ ഇന്ന കോഴ്സ് ചെയ്യാണ് പറയാം അല്ലെ. അതിന് പകരം ആ ഫേഷ്യൽ എക്സ്പ്രഷൻ മാറിയിട്ട് എന്ത് സ്കൂളിലോ? ആര് പറഞ്ഞേ? ഐ നോട്ട് ഇൻ എ സ്കൂൾ, ഞാൻ ഇപ്പൊ കോളേജിലാ. ആയിക്കോട്ടെ, അതിനാര് തെറ്റ് പറഞ്ഞു? നിങ്ങളൊക്കെ വലിയ കുട്ടികളായി.
നിങ്ങളൊക്കെ വലിയ വലിയ കുട്ടികളാവുന്ന സമയത്ത് നമ്മൾ കുറെ കാലമായിട്ട് കാണുന്ന സമയത്ത് നിങ്ങളെ കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു ചോദ്യമല്ലേ, ആ ചോദ്യത്തിന് ഇതാണോ ഉത്തരം? ഇതാണോ നിങ്ങൾ വീട്ടിൽ പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നത്? ആൻഡ് ദാറ്റ് യു ആർ എൻജോയിങ്. ഒരമ്മ അവിടെ കൂടെ നിൽക്കുമ്പോൾ, ഒരു അച്ഛൻ അവിടെ കൂടെ നിൽക്കുമ്പോൾ നിങ്ങൾ അത് എൻജോയ് ചെയ്തിട്ടാ പറയാ. നിങ്ങളത് കാണുക. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അത് വളരെ നല്ല രീതിയാണ് നിങ്ങളുടെ മോള് ഇല്ലെങ്കിൽ നിങ്ങളുടെ മോൻ അപ്രോച്ച് ചെയ്തത് ബാക്കിയുള്ളവരെന്ന്? ഒരു എൽഡേഴ്സിനെ റെസ്പെക്ട് ചെയ്യാൻ നിങ്ങൾ ഇങ്ങനെയാണോ പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നത്? വാട്ട് ആർ യു ക്രിയേറ്റിംഗ് ആസ് എൻ എക്സാമ്പിൾ? അപ്പോൾ പല കാര്യങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് പല ഫാമിലിയിൽ വരുന്ന ഡ്രോബാക്ക് ആണ് ഇന്ന് കുട്ടികളിൽ കണ്ടുവരുന്ന കാര്യങ്ങൾ. അതിൽ സ്പെഷ്യലി പാരന്റ്സ് നോട്ട് സ്പീക്കിംഗ് ഡ്യൂറിങ് ദെയർ വെരി വെരി ഇമ്പോർട്ടന്റ് സ്റ്റേജ്. നമ്മൾ വീട്ടുകാര് നമ്മളുടെ അമ്മ അല്ലെങ്കിൽ നമ്മുടെ മക്കളെ ഇരുത്തി സംസാരിക്കേണ്ട സമയങ്ങളിൽ സംസാരിക്കാത്തതിന്റെ ഭവിഷ്യത്താണ് നമ്മൾ കണ്ടുവരുന്നത് പല പല സമയത്തും. അതാണ് ഞാൻ വീണ്ടും നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് പറയുന്നത്, നിങ്ങൾ ആ തെറ്റ് ചെയ്യരുത്. ഇനിയെങ്കിലും നിങ്ങൾ ആ ഒരു സ്റ്റേജിലൂടെ നിങ്ങളുടെ മക്കൾ കടന്നു പോകണ്ടെന്നുണ്ടെങ്കിൽ, ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും. എനിക്കറിയാം പെൺകുട്ടികളുടെ കാര്യത്തിൽ എല്ലാ അമ്മമാരും വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ട് തന്നെ കാര്യങ്ങൾ നോക്കുന്നുണ്ടാവുക. പക്ഷെ അവിടെ ശ്രദ്ധയില്ലാതെ ടേക്കൺ ഫോർ ഗ്രാന്റഡ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് ആൺകുട്ടികൾ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയാണ് എനിക്ക് ഒരു ഡിഫറൻസ് വരുത്താൻ ഉദ്ദേശിച്ചത്. ഞാൻ എന്താണ് ചെയ്തത് എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ താഴെ ഒരുപാട് കമന്റ്സ് വരുമെന്ന് എനിക്കറിയാം. ആ കമന്റ്സ് എല്ലാം ഞാൻ വായിക്കുന്നതായിരിക്കും. എന്തെങ്കിലും സംശയമുണ്ട് എന്നുണ്ടെങ്കിൽ ആ കമന്റ്സിലൂടെ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. നമ്മൾ അതിനെ റിപ്ലൈ പറയുന്നതായിരിക്കും. ഓക്കെ, ബാക്കിയെല്ലാം സുഖമായി പോകുന്നു, വേറെ വിശേഷമൊന്നുമില്ല. ഓക്കെ, വീണ്ടും നമ്മൾക്ക് കാണുന്നവരേക്കും. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.